ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. UGC നെറ്റ് പരീക്ഷ നമ്മൾ പല വീഡിയോസിലും ഇതിനു മുമ്പ് കണ്ടതുപോലെ തന്നെ ഒരു അധ്യാപകനാകുവാൻ വേണ്ടിയിട്ട്, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകുവാൻ വേണ്ടിയിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരീക്ഷ തന്നെയാണ് UGC നെറ്റ്. UGC കഴിഞ്ഞ ഇടയ്ക്ക് വിട്ട കരട് സർക്കുലറിൽ പോലും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു UGC നെറ്റ് വളരെ മാൻഡേറ്ററി ആണ് എന്തിൽ, അധ്യാപകരാകുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ഗ്രേഡ് 10 പോലെയുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലും നമ്മൾ UGC നെറ്റിനെ നോക്കിക്കാണുന്നത് ഗവൺമെൻറ് അധ്യാപകരാകുവാൻ വേണ്ടിയിട്ടും എയ്ഡഡ് കോളേജുകളിൽ ജോലിക്ക് എത്തുവാൻ വേണ്ടിയിട്ടുമായിരുന്നു ഇതുവരെ. UGC നെറ്റില്ലെങ്കിൽ പോലും പ്രൈവറ്റ് കോളേജുകളിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമുക്ക് അധ്യാപന ജോലി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അതിനൊരു അടിയായിട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടുള്ള ഒരു നയം, അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം വാർത്തയാകുന്നത്. ലെറ്റ്സ് ലുക്ക് ഇൻടു ഇറ്റ്. നിരവധി അധ്യാപകർ പടിക്ക് പുറത്താവും. കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ച ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആണിത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള പ്രൈവറ്റ് കോളേജുകൾ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിൽ ഒരുപാടധികം UGC റെഗുലേഷൻ ഫോളോ ചെയ്യാത്ത, അല്ലെങ്കിൽ UGC റെഗുലേഷൻസിന് പുറത്തുള്ള നിയമനങ്ങൾ അധ്യാപകരുടേത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ പോലും പ്രൈവറ്റ് കോളേജുകളിൽ നെറ്റില്ലാത്ത അധ്യാപകർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ നയം. ഇവിടെ നോക്കിയേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 400-300-ലധികവും സ്വാശ്രയ കോളേജുകളാണ്. മലപ്പുറം ജില്ലയിലെ ഒരു കോളേജ് ഓട്ടോണമസ് ആക്കാൻ നടത്തിയ അപേക്ഷയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരിശോധന നടത്തി അനുകൂല റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് UGCക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലെ ചില അംഗങ്ങൾ ഈ കോളേജിൽ തന്നെ UGC യോഗ്യത ഇല്ലാത്ത അധ്യാപകർ ഉണ്ടെന്നും അതിനാൽ ഓട്ടോണമസ് പദവി നൽകാനുള്ള തീരുമാനം ശരിയായില്ലെന്നും തുറന്നടിച്ചു. അങ്ങനെയാണ് അധ്യാപകരുടെ UGC യോഗ്യതയുണ്ടെന്ന് പരിശോധിക്കാൻ വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടത്. കേട്ടോ, അങ്ങനെ ഒരു കോളേജിൽ അത് ഓട്ടോണമസ് ആക്കി മാറ്റുവാനുള്ള നിയമപ്രക്രിയകൾ നടക്കുന്നതിനിടയ്ക്ക്, അല്ലെങ്കിൽ അതിന് ശേഷമാണ് UGC ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത അധ്യാപകരെ, UGC മാൻഡേറ്റ് ഫോളോ ചെയ്യാത്ത, ക്വാളിഫിക്കേഷൻസ് ഫോളോ ഇല്ലാത്ത അധ്യാപകർ നമ്മളുടെ ക്യാമ്പസുകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അത് കാരണമാണ് UGC റെഗുലേഷൻസ് ഫോളോ ചെയ്യാതെ, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത അധ്യാപകർ ആരുണ്ട് എന്ന് മുഴുവൻ ക്യാമ്പസുകളിലും അന്വേഷിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചത്. സർവകലാശാല നേരിട്ട് നടത്തുന്ന സെൻറ്ററുകളിലെ നിയമനങ്ങളിൽ UGC നിബന്ധന കർശനമാക്കും. ഇനി യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലേക്കും അല്ലെങ്കിൽ മറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിലേക്കും നടത്തുന്നിടത്ത് UGC നിബന്ധന, അല്ലെങ്കിൽ UGC നെറ്റ് എന്നുള്ളത് നിബന്ധന കർശനമായിട്ടും നടപ്പിലാക്കും. യോഗ്യത ഇല്ലാത്തവരുടെ വിവരങ്ങൾ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ അനുവദിക്കുകയുമില്ല. യൂണിവേഴ്സിറ്റി പോർട്ടലിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ UGC റെഗുലേഷൻസ് ഫോളോ ചെയ്യാതെ, അല്ലെങ്കിൽ നെറ്റ് ഇല്ലാത്ത ആളുകളുടെ ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ അധ്യാപക സ്റ്റാറ്റസ് ആസ് അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ഓർ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് വിൽ ബി ഇൻവാലിഡ് ഫ്രം ദിസ് ഡേറ്റ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ ചുറ്റുമുള്ളത്. ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത്ര നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒരുപാടധികം അധ്യാപകർ UGC നെറ്റ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ PhD ഇല്ലാത്ത, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എന്നുള്ളതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ഓഫ് ബിക്കമിങ് എൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ഇത് രണ്ടുമില്ലാതെ അധ്യാപക ഒഴിവുകളിൽ, അല്ലെങ്കിൽ അധ്യാപക തസ്തികകളിൽ ഇന്ത്യയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ, നമ്മുടെ കേരളത്തിനെ പറ്റി നമുക്ക് സംസാരിച്ചാൽ മതിയില്ല, ഒരുപാടധികം അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ ഭാവിയിൽ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമായിരിക്കും ഇത്. ഈ കരട് സർക്കുലർ പുറത്തേക്ക് വന്നു. ഈ കരട് സർക്കുലർ പുറത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഇനി സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസിൽ പോലും നിങ്ങൾക്കൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവണമെങ്കിൽ UGC നെറ്റ് കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുക തന്നെ ചെയ്യും. കാരണം നെറ്റ് നേടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിഞ്ഞ് പോകും തോറും ഏകദേശം എത്രയാണ്, 2000 അല്ലെങ്കിൽ 1500-നും ലെറ്റ്സേ എത്രയാണ്, ഒരു 1% ആളുകൾ എത്രയാണ്, 50,000 പേര് ഇന്ത്യയിൽ വെച്ച്, 50,000 പേര് വെച്ച് ഇന്ത്യയിലെ നെറ്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കടന്നു പോകുന്നതോറും. അപ്പോൾ നെറ്റുള്ള ആളുകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
ആ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിൽ പോലും നെറ്റില്ലാത്ത അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആവാം എന്നുള്ളൊരു കാഴ്ചപ്പാട് തിരുത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ പ്രൈവറ്റ് ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടാണ്. നമ്മൾ ഒരിക്കലും എനിക്ക് ഈ ജോലി ഉണ്ട് അല്ലെങ്കിൽ ജോലിയുടെ പ്രഷേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ UGC നെറ്റ് കരസ്ഥമാക്കുന്നതിൽ നിന്നും പിന്നോട്ട് മാറി നിൽക്കരുത്. കാരണം ഏത് സമയത്തും നിങ്ങളുടെ ജോലി നിങ്ങളുടെ കൈവിട്ട് പോയേക്കാം. നിങ്ങളെപ്പോഴും നെറ്റ് കേന്ദ്രീകരിച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. നിങ്ങളുടെ കരിയർ പാത്ത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവുക അല്ലെങ്കിൽ കോളേജ് അധ്യാപകനോ ആവുക എന്നുള്ളതാണ് എങ്കിൽ UGC നെറ്റ് കരസ്ഥമാക്കിയിരിക്കുക തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് തന്നെ ആരംഭിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, ഒരു പ്രൈവറ്റ് കോളേജാണ്, നിങ്ങൾക്ക് വളരെയധികം വർക്ക് പ്രഷർ കാണും, ഒരുപാടധികം വർക്ക് കാണും. ഈ വർക്കുകളെല്ലാം കൂടെ എങ്ങനെ ചെയ്തു തീർക്കും, അതിനിടയ്ക്ക് എങ്ങനെ പഠിക്കും, പഠിപ്പിക്കേണ്ടത്, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെ നെറ്റ് നേടും എന്നുള്ളത് നിങ്ങളെ വലയ്ക്കുന്നൊരു കാര്യം തന്നെയായിരിക്കും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബിനാർ തന്നെ അഖിൽ സാറ് നടത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ആ വെബിനാർ നിങ്ങളൊന്ന് കാണുക. എങ്ങനെയാണ് നിങ്ങളുടെ പഠനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പഠനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ്റെ റുട്ടീന് ചുറ്റും ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ തയ്യാറാണ്. ഒരു ടീച്ചറായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിന് മാറ്റുകൂട്ടുന്ന, നിങ്ങളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിന് ഉറപ്പ് നൽകുന്ന UGC നെറ്റ് കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ് CCയിൽ തന്നെ തയ്യാറാണ്. നിങ്ങൾ ആ വെബിനാർ കാണുക, വെബിനാറിൽ നിന്ന് മനസ്സിലാക്കുക. ഈ കോഴ്സിനെ പറ്റി ടീച്ചേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ വിവരങ്ങൾ ഫില്ല് ചെയ്ത് നൽകുകയോ ചെയ്യുക. വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും നെറ്റില്ലാതെ മുൻപോട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സായിട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും. ജോബ് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡിങ്ങുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ UGC നെറ്റ് കരസ്ഥമാക്കുക തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എന്താവശ്യത്തിനും കൂടുതൽ സംശയങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് തരാനും കോമ്പറ്റീറ്റീവ് ക്രാക്കറും നെറ്റ് കോച്ചിങ്ങും ഇവിടെ റെഡിയാണ്. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആസ്പിരൻറ്റ് സുഹൃത്തുക്കളിലേക്കോ അധ്യാപക സുഹൃത്തുക്കളിലേക്കോ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.